ഒടിയൻ എന്ന ചിത്രത്തിലൂടെ തന്നെ വമ്പൻ വിവാദങ്ങൾ സൃഷ്ടിച്ച സംവിധായകനാണ് ശ്രീകുമാർ മേനോൻ. ആദ്യ ചിത്രം തന്നെ ഇത്രയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ മറ്റൊരു മലയാള സംവിധായകൻ ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്. ഇപ്പോൾ മോഹൻലാലിനെ നായകനാക്കി വി.എ. ശ്രീകുമാർ സിനിമ ചെയ്യുന്നുവെന്ന് പ്രചരിക്കുന്ന വാർത്തകൾക്കും പോസ്റ്ററിനുമെതിരെ സംവിധായകൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ ചിത്രത്തോടൊപ്പം ഡിയർ കംറേഡ് എന്ന പേരിൽ ഒരു പോസ്റ്ററും സോഷ്യൽ മീഡിയയിൽ ഇന്ന് പ്രചരിച്ചിരുന്നു. അതിനെതിരെയാണ് ശ്രീകുമാർ മേനോൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഹരികൃഷ്ണന്റെ തിരക്കഥയിൽ മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി വി.എ. ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന പേരിൽ ദ കംറേഡ് എന്ന ചിത്രത്തിന്റെ പോസ്റ്ററാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വി.എ. ശ്രീകുമാർ മേനോന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒടിയൻ എന്ന ചിത്രത്തിന്റെ ആലോചനകൾക്ക് മുൻപേ താൻ ആലോചിച്ച പ്രോജക്റ്റാണിതെന്നും അതിന്റെ ഭാഗമായി വരച്ച ചില സ്കെച്ചുകൾ ഇപ്പോൾ ആരോ പുറത്തുവിട്ടിരിക്കുകയാണെന്നുമാണ് ശ്രീകുമാർ മേനോൻ പോസ്റ്റിലൂടെ പറയുന്നത്. ഇത് പ്രചരിക്കരുതെന്നാണ് സംവിധായകൻ ആവർത്തിക്കുന്നത്. ശ്രീകുമാർ മേനോന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം: ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഞാൻ ശ്രീ മോഹൻലാലിനെ നായകനാക്കി കംറേഡ് എന്ന പേരിൽ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചില പോസ്റ്ററുകൾ പ്രചരിക്കുകയുണ്ടായി. ക്രിയേറ്റീവ് പോസ്റ്റേഴ്സിന്റെ ഭാഗമായി ഈ രംഗത്തുള്ള എല്ലാവരും പല പ്രോജക്റ്റുകളും ആലോചിക്കും. അതിൽ ചിലത് നടക്കും, ചിലത് നടക്കില്ല. കംറേഡ് എന്ന ഈ പ്രോജക്റ്റ് വളരെ മുൻപ് ആലോചിച്ചതാണ്, ഒടിയനും മുൻപേ. അതിന്റെ ഭാഗമായി വരച്ചു നോക്കിയ കോൺസെപ്റ്റ് സ്കെച്ചുകളാണ് ഇപ്പോൾ ആരോ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വാർത്ത യാഥാർത്ഥ്യമല്ല. ലാലേട്ടൻ അറിയാത്ത വാർത്ത കൂടിയാണിത്. ഇത് പ്രചരിപ്പിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് ആര് പുറത്തുവിട്ടതാണെങ്കിലും വർക്ക് എത്തിക്സിനു നിരക്കാത്ത പ്രവൃത്തിയായിപ്പോയി, ശ്രീകുമാർ മേനോൻ പറയുന്നു. ഇപ്പോൾ രണ്ടാമൂഴം കേസിന്റെ പിന്നാലെ കൂടിയാണ് ശ്രീകുമാർ മേനോൻ. രണ്ടാമൂഴം സിനിമയുടെ തിരക്കഥയെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. മധ്യസ്ഥതയെന്ന ആവശ്യം തള്ളിയ കീഴ്ക്കോടതി വിധിക്കെതിരെ ശ്രീകുമാർ മേനോൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി. എം.ടി. വാസുദേവൻ നായരെ എതിർകക്ഷിയാക്കിയാണ് ശ്രീകുമാർ മേനോന്റെ ഹർജി. മാർച്ച് 3 ജില്ലാ കോടതി ഇരു കക്ഷികളുടെയും വാദം കേട്ടിരുന്നു. ചർച്ചകൾക്കുള്ള സാധ്യത മങ്ങിയതോടെ രണ്ടാമൂഴം എം.ടിക്ക് വിട്ടു നൽകുന്നത് സംബന്ധിച്ച് മുൻസിഫ് കോടതിയിൽ കേസ് തുടരും. കേസ് തീരുന്നതുവരെ രണ്ടാമൂഴം തിരക്കഥ ഉപയോഗിക്കാൻ ശ്രീകുമാർ മേനോനുള്ള വിലക്കും തുടരും. കരാർ കാലാവധി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും പ്രവർത്തനങ്ങൾ തുടങ്ങാത്തതിനാൽ രണ്ടാമൂഴം തിരക്കഥ തിരികെ വേണമെന്നാവശ്യപ്പെട്ട് എം.ടി. വാസുദേവൻ നായരാണ് മുൻസിഫ് കോടതിയിൽ കേസ് നൽകിയത്. കേസിൽ മധ്യസ്ഥനിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്നായിരുന്നു സംവിധായകന്റെ ആവശ്യം. കാലാവധി കഴിഞ്ഞ് 1 വർഷം പിന്നിട്ടതിനാൽ കരാർ നിലനിൽക്കില്ലെന്നാണ് എം.ടി. വാദിച്ചത്. തുടർന്ന് മുൻസിഫ് കോടതി സംവിധായകന്റെ ഹർജി തള്ളുകയായിരുന്നു. ഇതിനൊപ്പമാണ് ഇപ്പോൾ ദി കംറേഡ് എന്ന പോസ്റ്ററിലൂടെ അടുത്ത വിവാദവും ശ്രീകുമാർ മേനോൻ സൃഷ്ടിച്ചിരിക്കുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.